ആദ്യത്തെ കൺമണിക്ക് ആദ്യത്തെ രൂപ പിന്നല്ല. ഓ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നെല്ലാം മഞ്ഞിട്ട് ഞാൻ മാത്രം വെറൈറ്റി പിടിച്ച് നിൽക്കുന്ന കാണുമ്പോ അറിയാം എന്റെ ഹൽദി ഉണ്ട് അല്ലേ. പിള്ളേർക്ക് അതും ഒരു ആഗ്രഹമായിരുന്നു നടത്തുന്നത്. നമുക്ക് ഇത് നടത്തിയേക്കാന്ന് വെച്ചു, ഇച്ചിരി ഗ്രാൻഡ് ആയിട്ട് അല്ലേ. അപ്പൊ പറഞ്ഞ കളർ കോഡൊക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചു വന്നിട്ടുണ്ട്. ഒരാളും ഒരു മിസ്സായിട്ടില്ല. ഇടയ്ക്കൂടെയൊക്കെ ബ്ലാക്കും വേറെ കളറൊക്കെ വന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട്. അയ്യോ, അച്ഛമ്മക്ക് ഇതിനെ ആരും കാണിച്ചു തന്നില്ലെന്നല്ലേ. ആ അത്ര കേസേ ഉള്ളൂ. അപ്പൊ ലുക്കൊക്കെ നോക്കിയിട്ട് പറയടാ. എല്ലാരും പറഞ്ഞു നല്ലതെന്നൊക്കെ പറഞ്ഞു. അവരാരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് അതെ, നമുക്ക് പോയാലോ ചേച്ചിമാരൊക്കെ അല്ലേ. കസിൻസ് എല്ലാം കൂടെ കല്യാണ പെണ്ണെ കൂട്ടിക്കൊണ്ട് ആനയിച്ചോണ്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ ഹൽദി ആയതുകൊണ്ടാണ് ഇവരെല്ലാരും മഞ്ഞയൊക്കെ ഇട്ട് വന്നേ? ആര് പറഞ്ഞു? അതാ പറഞ്ഞു. അത് കൊള്ളാം. രാമ ഒരുങ്ങി തുടങ്ങി. എങ്ങനെയുണ്ടോ യാത്രയൊക്കെ? നിങ്ങളൊക്കെ ഒരു 3 ദിവസം മുമ്പ് വരണ്ടേ അല്ലേ? നല്ല ദിവസമാണോ വരണ്ടേ? അതെ, ഒരാങ്ങാച്ചാരിയിരിക്കുന്നു. ഇന്നാ വരുന്നേ. 2 ദിവസം നേരത്തെ വരുവായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ഓടിയാൽ മതിയായിരുന്നു. ആണോ? ആ ശരി 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 ശരി. ഓ, പിള്ളേര് ചായ തന്നല്ലോ. എനിക്ക് തലറങ്ങാൻ തുടങ്ങി. ഞാനുണ്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ടോ. നല്ല അടിപൊളി സ്റ്റേജ് ഒക്കെ വരുന്നുണ്ട്, കാണിച്ചു തരാം. ചായ ഒന്ന് മേടിക്കാവോ? കുടിച്ചോ എന്നാ അവിക്കുട്ട, സുഖല്ലേ? വരൂ വരൂ. അപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ? തിരക്കാണോ? തിരക്കാണ്. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഏകദേശം ഒതുക്കിയോ? ഏകദേശം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ സ്വീകരിക്കുക, കാര്യങ്ങളെല്ലാം ഊറ്റമാക്കുക, ഇതൊക്കെയാണ് എന്റെ പരിപാടി. നമുക്ക് സ്റ്റേജ് ഒന്ന് കണ്ടിട്ട് വരാം. മൂത്ത പെങ്ങൾ വന്നിട്ടുണ്ട്, അകത്തുണ്ട്, കണ്ടില്ല. പെങ്ങളെ മകനുണ്ട്, അവന് വാതൊക്കെ വന്ന് എന്നെ സ്വീകരിക്കാൻ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ കയറി പോവാണ്. ബൈ. സെറ്റാക്കി. ഓഡിറ്റോറിയം തുടങ്ങിയില്ലേ അവര്? ആണോ? ഹായ് മഞ്ഞക്കുട്ടി. ഫുള്ള് മഞ്ഞല്ലേ? ഇതെല്ലാം മഞ്ഞല്ലേ? എല്ലാരും മഞ്ഞ. അതെ. മാളൂട്ടി തന്നെ ഇട്ട് കൊടുത്താണ്. ചുണ്ടരിയായല്ലോ. ചുണ്ടരിയാണല്ലോ. ഇത് അടിപൊളിയാണല്ലോ. സെറ്റപ്പാ. നമ്മള് പ്രതീക്ഷിച്ചതിലും നല്ല അഴകായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അല്ലേ. ഇവിടെ ഈട്ടണം, ഒരു ശകലം കൂടെ ഇരുട്ടി കഴിഞ്ഞാലേ അതിന്റെ ആ ഒരു. പക്ഷെ മഴ വീണ്ടും ചതിക്കുന്നു. മഴ ഉണ്ട്, കർക്കിടക മാസമല്ലേ. മഴ പെയ്യതെന്ന് പറഞ്ഞാൽ പെയ്യാതിരിക്കും. ഇല്ല, നമ്മളതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ വീടിന്റെ ഫ്രണ്ട് മാത്രം നമ്മൾ മറച്ചില്ല. അങ്ങനെ മറച്ച് കെട്ടി കഴിഞ്ഞാൽ ഒരു ബോറാ. നമുക്ക് 2 സൈഡിലും മറ്റേ ഇത് വരുന്നോണ്ടേ 2 സൈഡിലായിട്ട് നമ്മൾ പന്തൽ സെറ്റ് ചെയ്തതുകൊണ്ട് വീട് മാത്രം നമ്മൾ ചുമ്മാ വിട്ടു. എങ്ങനെയുണ്ടോ കുട്ട വീടിന്റെ ലുക്ക്? വിഷയം ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിപ്പം ഇപ്പൊ സൗണ്ട് സിസ്റ്റംകാരൊക്കെ വന്ന് സൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പൊ വെച്ചേക്കുക. പിന്നെ ഇപ്പൊ പറയാനുള്ള ഇനിയിപ്പോ കുറെ കസാറൊക്കെ പറക്കിയിട്ട് മൊത്തം ഒന്ന് കളറാക്കുന്ന പരിപാടിയും കൂടെ ഉള്ളു. ഇനിയിപ്പോ ഇച്ചിരി നൈറ്റും കൂടെ ആയി കഴിയുമ്പോഴത്തേനും അടിപൊളിയാവല്ലടാ. ഇപ്പം 6 മണി ആയി വരുന്നേ ഉള്ളൂ. അപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായി കേട്ടോ. അപ്പം വഴിവിളക്കൊക്കെ ഉണ്ട്, നമുക്ക് ദൂരെ വരെ പിന്നെ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരാൻ. പിന്നെ വഴി കുറെ ചെളിയും വെള്ളമൊക്കെ ഉണ്ട്. നമ്മുടെ ഹൈ റേഞ്ചിലെ വഴിയൊക്കെ അല്ലേ, മൺ റോഡൊക്കെയാണ്. അപ്പം മഴ പെയ്യുമ്പോൾ കുറേ ചെളിയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഇവിടുത്തുകാർക്കൊന്നും വിഷയമല്ല. പിന്നെ വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അത് ചെളിക്കകത്ത് ചവിട്ടാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും.
അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ നമ്മൾ കല്ലൊക്കെ ഇട്ട് മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട്. വലിയ മഴ പെയ്യുമ്പോൾ കുറേയൊക്കെ ചെടിയൊക്കെ ഒഴുകി പോകും. പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിലെ പരിപാടി എന്തായി? ഓഡിറ്റോറിയത്തിലെ പരിപാടി അവിടെ ഈവന്റ് മാനേജ്മെന്റുകാർ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ്. അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം, മണ്ഡപവും കാര്യങ്ങളും അല്ലേ? തന്നെ തിരുമേനി വന്നിട്ടുണ്ട്. പുള്ളി വന്ന് പുള്ളിയുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. പുള്ളിക്ക് ഇനിയിപ്പോൾ നാളെ ശാഖയിലൊരു ഇതുണ്ട് SLDPയിൽ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് പറഞ്ഞത്. എന്തായാലും പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പുള്ളി നോക്കിയോളും. നമ്മളിനി ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ സ്റ്റേജ് നമ്മൾ ആരെയും കാണിച്ചില്ല വീഡിയോയിൽ. ഞാനും ഇപ്പോഴാണ് അതിന്റെ പണിയൊക്കെ തീർത്ത് കാണുന്നു. നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് കണ്ടിട്ട് പോവാം. നമ്മുടെ മതിലൊക്കെ ഇറങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മതിലൊക്കെ അങ്ങ് വരെ ലൈറ്റ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതായത് 4 ചെടി ഒക്കെ ഉണ്ട് നമ്മുടെ. അതെ, നാച്ചുറൽ ആയിട്ട് കേട്ടോ പൂത്ത് നിൽക്കുന്നത്. നമ്മുടെ ചട്ടിയിലെ എല്ലാം മാറ്റി, കാരണം നമുക്ക് ഈ ഇട കുറവായതുകൊണ്ട് നമ്മൾ ചട്ടിയിലെ എല്ലാ ചെടിച്ചട്ടിയും മാറ്റി നല്ല ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അതെ, ഈ പ്ലാസ്റ്റിക് മാറണം കേട്ടോ. ഇത് ചവിട്ടാനായിട്ട് ഇടാനായിട്ടുള്ള ആൾക്കാരെല്ലാം അകത്തിരിപ്പുണ്ട്. ആർക്കെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ്. മിഥുൻചേട്ടൻ്റെ നമ്മളന്ന് പോയില്ലേ മൂവാറ്റൂരെ, മിഥുൻചേട്ടൻ്റെ ടീമിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഇത്ര 3 പേരല്ലേ? പിന്നെ നമ്മുടെ അയലൊക്കെ തങ്ങ ചേച്ചി വന്നിരിപ്പുണ്ട്. പിന്നെ അവരെന്ന് പറയുമ്പോൾ ആ ചേട്ടന്മാർ മറ്റേ ലൈറ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം. വാ, അപ്പോൾ നല്ല മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഉള്ള ഇടയ്ക്ക് അല്ലേ? എങ്ങനെയുണ്ട് ചേട്ടന്മാരെ? സെറ്റപ്പ് അല്ലേ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ? എൻ്റെ കളർ കോഡ് അടിപൊളി, നൈസായിട്ട് അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളി സെറ്റായി. ഇനിയിപ്പോൾ ആൾ വരാൻ തുടങ്ങും. ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരും ബന്ധുക്കളൊക്കെ ഓരോരുത്തർ വരുന്നു. കാര്യങ്ങൾ കലാപരിപാടികൾ കൊഴിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള കലാകാരന്മാരുടെ കഴിവുകളെല്ലാം ഇന്ന് തിരിച്ചറിയാൻ പറ്റും. കീർത്തനത്തിന് പാടിയതിന് ഇതുവരെ മാറിയിട്ടില്ല, ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ എൻ്റെ കൂട്ടുകാർ വന്നിട്ട് അവിടെ റൂം അമ്മമാരെ കണ്ടില്ലല്ലോ? അപ്പാ ഇല്ല, ഇന്നും ഒന്നവരെ കണ്ടില്ല. എത്ര പേരുണ്ട്? അമ്മമാര് 10-13 പേരുണ്ട്. കട്ടപ്പനയ്ക്ക് പോയേക്കുന്നു ഡ്രസ്സ് എടുക്കാൻ. ആദ്യം വന്ന 3 പേരെ പരിചയപ്പെട്ടായിരുന്നു. അവന്മാര് പോയേക്കുന്നു, നമ്മൾ വേറെ വഴിക്ക് പോയേക്കുന്നു. ഓരോരുത്തന്മാരെ ഏൽപ്പിച്ചിട്ടേക്കോട്ടെ. എല്ലാവരും വൈകിട്ട് വരും. അവരെല്ലാം ഇനി അകത്തോട്ട് പോവാം. അകത്തെ കുറെ പേരുണ്ട്. ഒന്നും തോന്നില്ലേ, ലൈവ് വ്ളോഗാ. അവിടെ ഡാൻസ് തുടങ്ങിയോ? മേക്കപ്പ് എന്തായി കുട്ടാ? എങ്ങനെയുണ്ട് ഗായ്സ്? എങ്ങനെയുണ്ട്? കൊള്ളാം. അമ്മച്ചി ഞെട്ടി നിൽക്കുക. അമ്മച്ചിയുടെ നിനക്കൊരു ദിവസം കിട്ടും ഉടനെ. നീ 2 ദിവസമായി. അമ്മച്ചിക്ക് ഇതെന്റെ ആരെങ്കിലും ഒന്ന് പ്രലോഭിപ്പിക്കുകയാണ്. അമ്മച്ചി ഇതെന്റെ കുട്ടിയാണ്. നോക്കാല്ലേ അമ്മച്ചി? വീഡിയോ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവർക്കും ആഗ്രഹം ഹൽദി വെക്കണം, നല്ല ബെല്ലെ ഡാൻസ് കളിക്കണം അല്ലേ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കയ്യില് മൈലാഞ്ചി ഇട്ടതിന്റെ കളറൊക്കെ കയറാൻ തുടങ്ങി കേട്ടോ. നല്ലപോലെ കയറാൻ തുടങ്ങി. നാളത്തേക്കിന് ഇച്ചിരി കൂടെ ആകും. പിന്നെ മുടിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. ബാക്കിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ചേച്ചിമാര് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചിമാര് പോയി കേട്ടോ. ഇനിയിപ്പോ നാളെ രാവിലെ വന്നാൽ മതി. അതെ, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ലേ, അങ്ങോട്ടേക്ക് ചെല്ലാന്ന് പറഞ്ഞു. അതെ, അതാ നല്ല. ഞാൻ അവിടെ പോയപ്പോ അത്യാവശ്യം അവിടെ നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരവരുടെ പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോ പറയും. അപ്പൊ എങ്ങനെയുണ്ട് വീഡിയോ എടുക്കാ? ലോകം എടുക്കാണ്ടോ പോകുന്നത്? അത് നമ്മുടെ മുത്തപ്പിച്ചിട്ട് ചേട്ടാ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോയിലൊന്നും ഇങ്ങനെ കാണാറില്ല. ഇവിടെ എല്ലാം കോളായി കിടക്കാണ്. നല്ല സെറ്റ് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ലെൻസും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ ഉറക്കം വരുന്നുണ്ട്. നോക്കി, നല്ലതാണോ? കൊള്ളാം. അപ്പൊ ആൾക്കാർ കൂടാൻ തുടങ്ങി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുമ്പോ വരുന്നുണ്ടോ? ഇല്ല, കഴിക്കാൻ തുടങ്ങി. അമ്മ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. വരുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ട്. കൊച്ചിന്റെ മുടി എന്നാ ചെയ്തേ? കൊച്ചിന്റെ മുടി അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ വീട്ടിൽ തിരക്കുകളാണ് ഇത് കേട്ടോ. ഹൽദിയുടെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും മഞ്ഞ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളയും മഞ്ഞയാണ് നമ്മുടെ കോസ്റ്റ്യൂം. സിന്ധോപ്പിച്ചൊക്കെ നിൽപ്പുണ്ട്. അടിപൊളി, എല്ലാവരും തിരക്കിലാട്ടോ. അടിപൊളി, ഹായ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൊച്ചു സുന്ദരി അടിപൊളിയായിട്ടുണ്ടെന്ന്. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? ആരാ പോസ് ചെയ്തത്? ഒരു മഞ്ഞ മയം മൊത്തത്തില്. അയ്യോ മോനെ അത് പെട്ടല്ല. എടാ മോനെ, പൂജ വെച്ചേക്കല്ലേ? എടാ സിന്ധു കുഞ്ഞുമേടെ കൂടെ മഞ്ഞ ഒന്ന് കാണിക്കണം. പിന്നീട് മഞ്ഞ അടിപൊളിയാ. ഇങ്ങോട്ട് നോക്കണം കേട്ടോ, ഇങ്ങോട്ട് നോക്കണം. പക്ഷെ സിന്ധു വെച്ചാ നല്ല ചെറുപ്പമായി. നല്ല ചെറുപ്പമാണെന്നല്ലേ പറഞ്ഞു. അതിന് എല്ലാം വരുന്നത് നല്ല ചെറുപ്പമായെന്നാണ്. നല്ല അപ്പച്ചി മുടി മുറിച്ചതേ നല്ലൊരു ലുക്കായി. ഫേസ് ഒക്കെ തന്നെ മാറി. ഞാൻ പിന്നെ അവിടുന്ന് എങ്ങനെ വിളിച്ചു പറയുന്നേ? വേണ്ട. അപ്പൊ എല്ലാരും വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ. നീ എന്നാണ് നോക്കുന്നേ? ഒന്നുമില്ല. അപ്പൊ ഇവിടെ എല്ലാരും വന്നിട്ടുണ്ട്. ആ ക്യാമറ നിരീക്ഷണത്തിലാണ്. അയ്യോ, അപ്പൊ രാമ പണിയെല്ലാം തീർത്ത് സുന്ദരിയായല്ലേ? ചന്ദനൊക്കെ എല്ലാം സുന്ദരിയായി. ഇവിടെ ചന്തപ്പച്ച വന്നിട്ടുണ്ട്. എപ്പോഴാ വന്നതും പോകുന്നു ഒന്നും അറിയുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. 6 മണി എപ്പോഴാ ഇവിടെ വന്നേ? ഇപ്പഴാ ഒരുങ്ങി. ആണോ? അപ്പൊ ഇത് എല്ലാരും ചന്ദനൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. 2 അപ്പച്ചിമാരിപ്പുണ്ട്. ഇതൊരപ്പച്ചി. ഇനി വേറെ അപ്പച്ചിമാര് വന്നിട്ടുണ്ടോ? അപ്പച്ചിമാരെല്ലാരും ഉണ്ട്. ചേച്ചിയുണ്ട്. വേണ്ട ഇവിടെ ഷപ്പച്ചിയുടെ 2 മക്കളിരിപ്പുണ്ട്. അപ്പൊ ഇത് ബാക്കിയുള്ള എല്ലാരും. ഇച്ചളിയ സുന്ദരനായല്ലോ. പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, അന്നേരം കൊടുക്കാം. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വഴി നിറച്ച ആൾക്കാർ വരുന്നവരല്ലേ? കൊള്ളാം, അത് കൊള്ളാം. സന്തോഷായി. സിന്തോമേനയോ? അതെ, മമ്മി വന്നിട്ടുണ്ട് കേട്ടോ. അച്ചടാ, ഞാൻ വന്നില്ലെന്ന് പറയല്ലേ കേട്ടോ. ഒന്ന് എല്ലാരും വന്നു. ആ അതെ വന്നു. അയ്യോ, അത് കുറെ കഷ്ടമായി പോയെന്ന്. ഞങ്ങളുടെ ലിപ്സ്റ്റിക് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. സുന്ദരിയായി കേട്ടോ. സുന്ദരിയായി. ആ പിന്നെ ആ ഇരിക്കട്ടെ. നല്ലായി. വാലൊക്കെ ഇട്ട് സുന്ദരിയായി. അത് പോകുമ്പോ ഇടുവാണെന്ന് തോന്നുന്നു. ആണോ? തന്നെ ഇടുവാണോ? ആണോ? ഇത് പപ്പാടെ പെങ്ങളാ കേട്ടോ. ഇവിടെ എല്ലാരും ഉണ്ട്. അറിയോ? ഇല്ല, എനിക്കും അറിയത്തില്ല. അതാ പിന്നെ ഞാൻ ഓർത്തെടുത്തു. പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല.
മഞ്ഞിട്ട് എല്ലാരും കൂടെ അങ്ങ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. എല്ലാരും വിളിക്കോ, സെറ്റാക്കാതെ നടക്കില്ല. അപ്പൊ എന്റെ ചെറുക്കന്റെ ലുക്ക് ഇതാ കേട്ടോ, വൈകിട്ടത്തെ മുണ്ടും ആണോ, മുണ്ടും ഷർട്ടോ കേട്ടോ. അപ്പൊ എല്ലാരും മഞ്ഞൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വയ്യ, ഇവരൊക്കെ നേരത്തെ കേറിയിരുന്നു കേട്ടോ. എന്റെ ദൈവമേ. അപ്പൊ ഞാന് കുറെ നേരമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഉപ്പാറൊക്കെ പോയിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ വന്നേ. അന്നേരത്തേക്കും ചേച്ചി ഒരുങ്ങുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. നല്ലതായിട്ടുണ്ട്, നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ഷീണമുണ്ട് ഓട്ടത്തിന്റെ. അപ്പം നാളെ ഇതുപോലെ നന്നായിട്ടൊക്കെ നിൽക്കാൻ പറ്റട്ടെ എന്ന് മഴയില്ലാതിരിക്കാൻ പറയുന്നു. അപ്പം നമുക്ക് തുടങ്ങാല്ലേ? അതെ, തകർത്തകം. ആദ്യത്തെ കൺമണിക്ക് ആദ്യത്തെ രൂപ പിന്നല്ല. ഓ ആകാശത്തോപ്പിൻ കിന്നരൻ പറയാനുണ്ടോ? എന്നാ പറയാനാണ്, ഇവിടെ എല്ലാവരും ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാനായിട്ടാ ഇപ്പൊ ഇത് കൊണ്ടു കൊടുക്കുന്ന ഒരു സെറ്റപ്പില് അവരെടുക്കും. അപ്പൊ നിറയെ ആൾക്കാരൊക്കെ ഇതിലാ പൊക്കോണ്ടിരിക്കുന്നു. ഇത് അമ്മ ഇതെന്റെ ഇവിടെ ഒളിച്ചു നിൽക്കണം. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുവാണ്. ചേർത്ത് പിടിച്ചിട്ട് മോളെ നോക്കണം രണ്ടുപേരെ. പറയുമ്പോ ഇങ്ങോട്ട് തന്നെ നിൽക്കും. ഓക്കെ, ചേർത്ത് പിടിച്ചിട്ട് മോളെ തന്നെ നോക്കി. രണ്ടുപേരുടെ നോക്കി മോളെ അവരെ മണൽ കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാനാളുവാൻ പുൽക്കുടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചേരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പുൽക്കുടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചേരി വീണലിയാതെ
അങ്ങനെ അവർ എത്ര കൂട്ടം എടുക്കാൻ അടിപൊളി
ശ്രീകുട്ട എന്നേലൊക്കെ പറയാനുണ്ടോ? കുറെ ആൾക്കാരൊക്കെ വന്നു, അവരൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഒന്ന് മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ? ബാംഗ്ലൂരിൽ നിന്ന് 20 പിള്ളേർ വന്നിട്ടുണ്ട്, അവരെ നോക്കണം. എല്ലാം കൺഫ്യൂഷൻ ആയിപ്പോയി. എയറിലായിരുന്നല്ലേ നമ്മള്? ഹലോ ഗൈസ്, അപ്പൊ 2 ദിവസം കൂടെ ഇവിടെ ഉള്ളൂ. അയ്യോ പറയാൻ വല്ലോണ്ടു? പറയാനെന്നാ, ആളുകളൊക്കെ പോയി വന്നിട്ട് നിൽക്കുന്നു. ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഒരു മിനി ഗാനമേള ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? അതെ അതെ, വൈഭവല്ലേ? സെറ്റാക്കാം.